നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ചെൽസി എൻസോ ഫെർണാണ്ടസിന് പണിഷ്മെൻ്റ് കൊടുത്തല്ലോ. 2 കളികൾ കളിക്കാൻ പറ്റില്ല. ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില വാക്കുകളാണ് അവർക്ക് വലിയ രൂപത്തിൽ പൊള്ളലുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും എന്തിനിങ്ങനെ ഒരു പണിഷ്മെൻ്റ് എന്ന് തങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഏജൻറ്റ് പ്രതികരിക്കുകയും ചെയ്തു. ഏതായാലും അൺനെസസറി അൺഫെയർ പണിഷ്മെൻ്റാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദത്തിന് റോസ്നീർ മറുപടിയും പറഞ്ഞു. അത് കൃത്യമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തതാണ് എന്ന്. സംഗതി അവിടെ എൻസോ ഫെർണാണ്ടസ് ചെൽസി ബന്ധം അത്ര മികച്ച രൂപത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാണ്. ഈ ഒരു ഘട്ടത്തിൽ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന 2 വമ്പൻ ക്ലബ്ബുകൾ എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് താരത്തെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. ഏതൊക്കെയാണ് 2 ക്ലബ്ബുകൾ? അതിൽ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ്. അർജൻറ്റീനയിലെ പ്രമുഖ സ്പോർട്സ് മാധ്യമം TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ്. അതിലവർ പറയുന്നു റയൽ മാഡ്രിഡും PSG താരത്തിൻ്റെ കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അവർക്ക് താരത്തിൽ താല്പര്യമുണ്ട് എന്നിട്ട് അവർ വിശദീകരിക്കുകയാണ്. റയൽ മാഡ്രിഡാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ ആൻഡ് കാനഡ എന്നിവിടങ്ങളിൽ നടക്കുന്ന വേൾഡ് കപ്പിൽ അവർ വളരെ കൃത്യമായിട്ട് താരങ്ങളെ നിരീക്ഷിക്കും. അവർക്ക് ക്രൂസിനൊരു പകരക്കാരനെ കൊണ്ടുവരേണ്ടതുണ്ട്. ക്രൂസും മോഡ്രിച്ചും ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട്. പകരം അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മധ്യനിര താരങ്ങൾ അവർക്ക് ആവശ്യമാണ്. ബെല്ലിംഗാമും വാൽവർദേയും ഒക്കെ കളിക്കുന്നുണ്ടെങ്കിലും അത് ഡിഫറെൻറ്റ് റോളിലാണ്. അവിടെയാണ് എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു വില നമ്മൾ അറിയുന്നത്. അദ്ദേഹത്തെ എത്തിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എന്ന് TYC സ്പോർട്സ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും എൻസോ ഫെർണാണ്ടസിനും റയൽ മാഡ്രിഡിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ല അദ്ദേഹം പറഞ്ഞത്, മാഡ്രിഡിൽ ജീവിക്കാൻ എനിക്കിഷ്ടമുണ്ട്, താല്പര്യമുണ്ട് എന്നൊക്കെ. അത് ഇതേ ഉദ്ദേശത്തിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സും വിലയിരുത്തുന്നത്. അതേസമയം മറ്റൊരു ക്ലബ്ബ് കൂടി താരത്തിനായിട്ട് രംഗത്തുണ്ട്. അവരും ഈ താരത്തിനായിട്ടുള്ള മത്സരത്തിൽ രംഗത്തുണ്ടാവുമെന്ന് TYC സ്പോർട്സ് പറയുന്നത് മറ്റാരുമല്ല, PSG ഫ്രഞ്ച് ക്ലബിന് തീർച്ചയായിട്ടും മികച്ച മധ്യനിരയുണ്ട്, മികച്ച മുന്നേറ്റ നിരയൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഈ താരത്തെ പോലൊരു കളിക്കാരൻ, എൻസോ ഫെർണാണ്ടസിനെ പോലൊരു കളിക്കാരൻ റയൽ മാഡ്രിഡിൽ ചേരുന്നതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ തട്ടകത്തിൽ തന്നെ അദ്ദേഹത്തെ എത്തിക്കാനാണ്. സോ ഈ ക്ലബ്ബുകൾ തമ്മിൽ നല്ല ഒരു പോരാട്ടം നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ നിരീക്ഷണം. ഏതായാലും കാത്തിരിക്കാം. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എൻസോ ഫെർണാണ്ടസ് ചെൽസി വിടുമെന്ന കാര്യം ഉറപ്പാണ്. ഏത് ക്ലബ്ബിലേക്ക്? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.